ദൃശ്യം 3, പേട്രിയറ്റ് പല സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷകള്? ഒരു പ്രതീക്ഷയില്ല, ഒരക്ഷരം പോലും തെറ്റിയില്ല. എന്തിനാണ് ശരിക്കും വന്നേന്ന് തോന്നിപ്പോയി. അങ്ങനെ നമ്മൾ അതിലൊരു പ്രത്യേക പ്രതീക്ഷ. നല്ല സിനിമകളായിരിക്കും, എന്തായാലും മോശം സിനിമകളായിരിക്കും. വിഷ്വൽ ട്രീറ്റ്, മഹേഷ് നാരായണൻ സ്റ്റഫ്. കള്ളം പറയരുത്. 100 കോടി മാത്രമേ കിട്ടും, അതിൽ കൂടുതൽ കയറോ? ബ്ലോക്ക് ബസ്റ്റർ അടിക്കും ഉറപ്പാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. അത് വന്ന് ഒരു അടിക്ക് 75 രൂപ വാങ്ങാൻ. സൂപ്പർ മൂവി ആയിരുന്നു. ലാലേട്ടൻ മമ്മൂക്ക പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടോ? കാണാനില്ല എന്നാ കണ്ടിട്ട് പറയണ നാറി. ഇതിനകത്ത് കയ്യടി കിട്ടിയ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഈ 3 മണിക്കൂർ പടത്തിനകത്ത് മാക്സിമം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് കാണുമായിരിക്കും. ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. ഈ 125 കോടിക്കകത്ത് ഇതിനകത്ത് ഈ VFX ആണോ CG ആണോ അല്ലെന്നുണ്ടെങ്കിൽ ജെമിനി AI ആണെന്ന് തോന്നുന്നു ചെയ്ത്. പോയി കാശ് പോയി. എല്ലാം പോയല്ലോടാ. സിനിമ റിലീസായി വളരെ സുഖമായിട്ട് എല്ലാവർക്കും ഉറങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് പക്കാലാകും. ഉറങ്ങണോ വേണ്ടേ? കാരണം എന്താടാ ഇത്? എല്ലാരും ശപിച്ചിട്ടാണല്ലോ പോകുന്നത്. ഒരുപാട് പേർക്ക് ആ സിനിമ കാണാൻ ഒരു താല്പര്യമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇവർ രണ്ടുപേരും വരുമ്പോ അതിന്റേതായ മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അതില്ല. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കഴിച്ച പോലെയായി. പോസിറ്റീവായിട്ട് എന്താ തോന്നിയത്? പോസിറ്റീവായിട്ട് തോന്നിയത് മേക്കിങ്ങും പിന്നെ ഋഷിന്റെ മ്യൂസിക്കും അതെല്ലാം അടിപൊളിയായിട്ട്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. മോഹൻലാലിന് വയ്യ അന്നേരം. മോഹൻലാൽ അത്ര ഒരു ഇതായിട്ട് വരില്ല. എന്നാലും ചിലർക്ക് നന്നായിരുന്നെന്നുള്ള അഭിപ്രായം ഉണ്ട്. ഞാൻ എന്റെ പ്രതീക്ഷയല്ല, ഞാൻ എന്റെ ജോലി കഴിഞ്ഞു അല്ലെ, അങ്ങനെയാണല്ലോ. പിന്നെ 18 വർഷം അവര് ഒന്നിച്ചേണ്ട ഒരു നമുക്കൊരു ഫാൻസിലൊരു സന്തോഷം തന്ന ഒരു കാര്യവും പടത്തില്ലാത്തില്ല. അപ്പോളേ പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.